എന്റെ പേര് മുഹമ്മദ് ജംഷീർ. ഞാൻ ഗ്രീൻ ഹോംസ് വേസ്റ്റ് മാനേജ്മെന്റ് എന്ന കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടറാണ്. 2014 കോഴിക്കോട് ആസ്ഥാനമാക്കി തുടങ്ങിയിട്ടുള്ള ഗ്രീൻ ഹോംസ് ഞങ്ങൾ ഇന്ന് കേരളത്തിലും ആൻഡമാൻ ഐലൻഡിലും ഹൈദരാബാദിലും ഞങ്ങൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഞങ്ങൾ പ്രധാനമായും ചെയ്യുന്നത് വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നുള്ള അജൈവ മാലിന്യം കളക്ട് ചെയ്ത് അതിനെ വ്യത്യസ്ത കാറ്റഗറിയായി തരംതിരിച്ച് അതിനെ ശാസ്ത്രീയമായി സംസ്കരിക്കുക എന്നുള്ളതാണ് ഞങ്ങൾ ചെയ്യുന്നത്. വ്യത്യസ്ത സർക്കാരുകളായിട്ടും അതുപോലെ തന്നെ പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ആയി അസോസിയേറ്റ് ചെയ്തിട്ട് അവരുടെ മാലിന്യ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം കൊടുക്കുക, അതും 100% ലീഗലായിട്ടും അതുപോലെ തന്നെ എൻവയോൺമെന്റിന് പ്രയാസം വരുത്താതെ ഏറ്റവും ശാസ്ത്രീയമായ രീതിയിലുള്ള സംസ്കരണമാണ് ഗ്രീൻ ഹോംസ് മുന്നോട്ട് വെക്കുന്ന ആശയം. ഞങ്ങളുടെ ഈ ഒരു ജേർണിയിൽ നമുക്ക് ഏറ്റവും വലിയ ഒരു ചലഞ്ച് എന്ന് പറയുന്നത് വേസ്റ്റ് മാനേജ് ചെയ്യാനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ആണ്. ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറയുമ്പോൾ നമുക്ക് സ്പേസ് വേണം, അതായത് പീസ് ഓഫ് ലാൻഡ് വേണം, ഷെഡ് വേണം, അതുകൂടാതെ നമുക്കതിൽ വ്യത്യസ്തങ്ങളായ മെഷീനറികൾ വേണം, പിന്നെ ഇത് വേസ്റ്റ് കളക്ട് ചെയ്ത് കൊണ്ടുപോകാനുള്ള വാഹനങ്ങൾ വേണം. ഇങ്ങനെ തുടങ്ങി വ്യത്യസ്ത രീതിയിലുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വേസ്റ്റ് കൂടുതലായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ. വേസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ എക്സ്പാൻഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞങ്ങൾ ഡിഫറെന്റ് ആയിട്ടുള്ള ഫണ്ട് റൈസിംഗ് ഓപ്ഷൻസ് നോക്കുകയും ചില ഇക്വിറ്റി ഫണ്ടുകൾ നമ്മളെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മൾ ഡെപ്റ്റ് ഓപ്ഷൻസ് നോക്കുന്നതിന്റെ ഇടയിലാണ് നമ്മൾ റഹ്ബാറുമായി പരിചയപ്പെടുന്നത്. റഹ്ബാർ ഒരു നോൺ ഇൻട്രസ്റ്റ് ഫിനാൻസ് എന്നുള്ള നിലക്ക് നമ്മളത് കൺസിഡർ ചെയ്തപ്പം വളരെ അട്രാക്റ്റീവ് ആയിട്ട് തോന്നി. നമുക്ക് കുറച്ചുകൂടി ഒരു മനസ്സമാധാനം കിട്ടുന്ന രീതിയിലും കൂടെ ഇതിനെ നമുക്ക് കാണാം. ഒരു ഇസ്ലാമിക് ഫണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ഇതിനെ നോക്കി കാണുമ്പോൾ തീർച്ചയായിട്ടും ഞങ്ങളുടെ മൊത്തം റിക്വയർമെന്റിനെ നോക്കുമ്പോൾ അതിൽ ഏകദേശം മേജർ ആയിട്ടുള്ള രണ്ട് കാര്യങ്ങൾക്കാണ് റഹ്ബാറിൽ നിന്ന് ഞങ്ങൾ ഫിനാൻസ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒന്ന് വെഹിക്കിൾസിനാണ്. നമ്മൾ കേരളത്തിലുടനീളം ഞങ്ങളുടെ വെഹിക്കിൾസ് ഓടുന്നുണ്ട്. ഒരു 100ഓളം ഓൺ ഫ്ലീറ്റ് നമുക്കുണ്ട് ഇപ്പോൾ. അപ്പോൾ ഇതിനു മുന്നേ ഞങ്ങൾ പല സ്ഥലങ്ങളിൽ നിന്നും വാടകയ്ക്ക് വണ്ടി എടുക്കുകയും അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്തിരുന്നത്. ഇപ്പൊ റഹ്ബാറിൽ നിന്ന് നമ്മൾ സാമ്പത്തിക സഹായം എടുത്തുകൊണ്ട് നമ്മൾ സ്വന്തമായൊരു ഫ്ലീറ്റ് ബിൽഡ് ചെയ്യാൻ നമുക്ക് പറ്റി. ഇപ്പൊ ഇത്തരത്തിലുള്ള ഈ വാഹനങ്ങൾ നമ്മളിപ്പോ നോർമലി റെന്റ് കൊടുക്കുന്ന പൈസ നമ്മൾ റഹ്ബാറിലേക്ക് അതിന്റെ ലോണിന്റെ പേയ്മെന്റ് ആയിട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു ഓവർ എ പീരീഡ് ഓഫ് ഒരു 3 വർഷം കൊണ്ട് അല്ലെങ്കിൽ 4 വർഷം കൊണ്ട് നമുക്ക് അതിനെ നമ്മുടെ സ്വന്തം അസറ്റ് ആയിട്ട് മാറ്റാൻ പറ്റുന്നുണ്ട്. അപ്പൊ നമ്മളൊരു എക്സ്പെൻഡിച്ചറിനെ ഒരു അസറ്റായി കൺവേർട്ട് ചെയ്യാൻ നമുക്ക് റഹ്ബാറിന്റെ ഫണ്ട് കൊണ്ട് സാധിക്കുന്നത്. അതുകൂടാതെ രണ്ടാമത് നമ്മൾ എടുത്തത് മെഷീനറിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ മെഷീനറി കൂട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഞങ്ങളുടെ എല്ലാ ആക്ടിവിറ്റിയും ഹെൽഡപ്പ് ആവും. അപ്പം ഏറ്റവും നല്ല അഡ്വാൻസ്ഡ് ടെക്നോളജി മെഷീനറീസ് കൊണ്ടുവന്ന് നമുക്ക് ഏറ്റവും കുറഞ്ഞ സ്പേസിൽ കൂടുതൽ വോളിയം ഹാൻഡിൽ ചെയ്യുന്ന രീതിയിൽ സെറ്റ് ചെയ്യാണ് ഞങ്ങൾ ചെയ്തത്. അപ്പൊ അതിന് റഹ്ബാറിന്റെ ഫണ്ട് നമുക്ക് വളരെയധികം സഹായകമായിട്ടുണ്ട്. അപ്പോൾ ആ ഫണ്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് കപ്പാസിറ്റി കൂട്ടാനും എഫിഷ്യൻസി കൂട്ടാനും അതുപോലെ തന്നെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യാനൊക്കെ നമുക്ക് ഹെൽപ്പായിട്ടുണ്ട്. നിങ്ങൾ ലോൺ എടുക്കുന്ന മറ്റ് സ്ഥാപനങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ റഹ്ബാർ കുറച്ചും കൂടെ നമ്മുടെ ബിസിനസ് സാഹചര്യങ്ങളും നമ്മുടെ ഫീൽഡിലെ ചലഞ്ചസ് ഒക്കെ മനസ്സിലാക്കുന്ന ഒരു ഇൻവെസ്റ്റർ തന്നെയാണ്. നമ്മളെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും വളരെ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരു ഇൻവെസ്റ്ററാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്യാനും മറ്റു ഓപ്ഷനുകൾ നോക്കുന്നതിന്റെ കൂടെ റഹ്ബാർ പരിഗണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും റഹ്ബാർ ഞങ്ങളെ പോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങൾക്ക് വലിയ സഹായമാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിന് നല്ലൊരു റിട്ടേൺ കിട്ടുന്നതോടുകൂടി സമൂഹത്തിൽ ഇതുപോലെയുള്ള സ്ഥാപനങ്ങൾ ബിൽഡ് ചെയ്യാനത് ഹെൽപ്ഫുള്ളാണ്. അതുകൂടാതെ ഞങ്ങളെപ്പോലത്തെ മറ്റ് സ്ഥാപനങ്ങൾ നോക്കുമ്പോൾ അവരുടെ എക്സ്പെൻഡിച്ചറിനെ അസറ്റായി കൺവേർട്ട് ചെയ്യാൻ ഇതൊരു വളരെ നല്ല ഓപ്ഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ റഹ്ബാറിനെ നമ്മൾ റെക്കമെൻഡ് ചെയ്യുന്നു. വളരെ നല്ല സഹായം റഹ്ബാർ ഞങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. തുടർന്നും റഹ്ബാറിൽ നിന്നുള്ള സഹകരണങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.